കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അതിലെ 2021 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം തന്നെ ഇങ്ങനെയാണ്. അതായത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ് ആദ്യം. വാട്ട് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്? കമ്പ്യൂട്ടറിനെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്രമീകരണമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അത് എഴുതുന്നതിന് 2 മാർക്കാണ്. പിന്നെ 15 മാർക്ക് ബ്രീഫ്ലി ഡിസ്കസ് ദ വേരിയസ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് പലതരം കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ പേരുകൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാന്, ലാന്, മാന്, വാന്, ഹാന്. ഈ 5 തരം ഓരോ തരം കമ്പ്യൂട്ടർ നെറ്റ്വർക്കും എഴുതുന്നതിന് 3 മാർക്ക് വീതം. അങ്ങനെ 5 തരം എഴുതുമ്പോൾ 15 മാർക്ക്. ഓൾസോ കമ്പയർ ദ ഫോളോയിങ്: ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസവും കമ്പാരിസനും. ഇന്റർനെറ്റ് എന്താണ്, ഇൻട്രാനെറ്റ് എന്താണ്, എക്സ്ട്രാനെറ്റ് എന്താണ്, ഈ കമ്പാരിസനും കൂടി എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും 20 മാർക്ക്. ഈ രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ സിസ്റ്റം ദാറ്റ് കണക്ട്സ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ്. ഒന്നിലധികം കമ്പ്യൂട്ടറെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന്. അല്ലെങ്കിൽ പലതരം ഡിവൈസസിനെ. അതുകൊണ്ട് നമുക്ക് ഡാറ്റയും റിസോഴ്സസും ഷെയർ ചെയ്യാൻ സാധിക്കും. പ്രിന്റർ ഷെയർ ചെയ്യാം. ഒരു ഇന്റർനെറ്റ് കഫേയിൽ തന്നെയുള്ള പല കമ്പ്യൂട്ടറുകളെ എല്ലാം കൂടി വേണമെങ്കിൽ ഒരേ ഒരു പ്രിന്റർ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതൊക്കെ. അല്ലെങ്കിൽ ഒരേ ഒരു സ്കാനർ ഷെയർ ചെയ്യാം. ഇങ്ങനെയൊക്കെ. സോ നെറ്റ്വർക്ക്സ് ക്യാൻ ബി വയേർഡ്. അത് വേണമെങ്കിൽ വയർ ഉപയോഗിച്ച് ഷെയർ ചെയ്യാം, കേബിൾ വയറുകൾ, അല്ലെങ്കിൽ വയർലെസ്. ആൻഡ് യൂസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടു കണക്ട് ഡിവൈസസ്. കുറച്ച് ഹാർഡ്വെയർ വേണ്ടി വരും, ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ വേണ്ടി വരും. എന്തായാലും ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. പലതരം കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ പറയപ്പെടാറുണ്ട്. ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് ഡിവൈസസ് വിത്തിൻ എ ലിമിറ്റഡ് ഏരിയ. ഒരു ലിമിറ്റഡ് ഏരിയയിലുള്ള കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ലാൻ, സച്ച് ആസ് ഹോം, സ്കൂൾ, ഓഫീസ്. ലാൻ ആർ യൂസ്ഡ് ബൈ സ്മോൾ കമ്പനീസ്. ലാൻ ഉപയോഗിക്കുന്നത് ചെറിയ കമ്പനികളാണ്. ആൻഡ് ക്യാൻ ബി കണക്റ്റഡ് ടു എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസിങ് എ റൗട്ടർ. ഒരു റൗട്ടർ ഉപയോഗിച്ചാൽ വേണമെങ്കിൽ അതിനെ വൈഡ് ഏരിയ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിക്കാനും സാധിക്കും. ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അടുത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ഓവർ എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. കൂടുതൽ ഭൂപ്രദേശത്തെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഫാക്ടറി കെട്ടിടത്തെ, ഒരു കോമ്പൗണ്ട് വാളിനുള്ളിലുള്ള പല കെട്ടിടങ്ങളായി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെ തമ്മിൽ, പ്രത്യേകിച്ച് ഒരു ബിൽഡിങ്ങിന്റെ തന്നെ പല ഫ്ലോറുകളിലൊക്കെ ആയിട്ടായിരിക്കും അതിന്റെ പല കാര്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ലാൻ മതി, ലോക്കൽ ഏരിയയാണ് കണക്ട് ചെയ്യേണ്ടത്, ഒരുപാട് ദൂരമില്ല. എന്നാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അങ്ങനെയല്ല. എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ഓവർ എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ, സച്ച് ആസ് ഒരു വലിയ സിറ്റി മുഴുവനുള്ള അവരുടെ ഓഫീസുകൾ തമ്മിൽ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ കൺട്രി വൈഡ് ആയിട്ടുള്ളതിനെ കണക്ട് ചെയ്യണം. ഇതൊക്കെ വേൾഡ് വൈഡ് ആയിട്ടുള്ളതിനെ കണക്ട് ചെയ്യണം. ഇതിനൊക്കെ വാൻ എന്ന് പറയുന്ന വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ബന്ധിപ്പിക്കാൻ സാധിക്കും. സോ വാൻസ് ആർ യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ലാനും വാനും തമ്മിലുള്ള വ്യത്യാസമാണ്. ലാൻ എന്ന് വെച്ചാൽ ലോക്കലാ, അതായത് ഒരു സ്കൂളിന്റെ പ്രിമൈസസിലുള്ള ഓഫീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ലിമിറ്റഡ് ഏരിയ മാത്രം കവർ ചെയ്യുന്നതാണ് ലാൻ. വാനും ലാനും തമ്മിൽ കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് എളുപ്പം പഠിക്കാൻ സാധിക്കും. ഇനി ദി ഇന്റർനെറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ വാൻ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണല്ലോ ഇന്റർനെറ്റ്. അത് വാനിന് ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇനി അടുത്തത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ മാൻ എന്ന് പറയുന്ന ആശയമാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് അക്രോസ് ദ മെട്രോപൊളിറ്റൻ ഏരിയ സച്ച് ആസ് സിറ്റി, ടൗൺ, മൾട്ടിപ്പിൾ ബിൽഡിംഗ്. സിറ്റിയും ടൗണും മൾട്ടിപ്പിൾ ബിൽഡിംഗും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. മാൻസ് ആർ ലാർജർ ദാൻ ലാൻസ്. ലാനുകളെക്കാൾ വലുതാണ് മാനുകൾ, ബട്ട് സ്മോളർ ദാൻ വാൻസ്. പക്ഷേ വാനിന്റെ അത്രയും ഇല്ല. മെട്രോപൊളിറ്റൻ സിറ്റി അങ്ങനെ തന്നെ ഉണ്ടാവുന്നു മാത്രം. വേൾഡ് വൈഡ് ആയിട്ടൊന്നും കണക്ട് ചെയ്യാനായിട്ട് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് സാധിക്കില്ല. ഒരു ടൗൺ, അല്ലെങ്കിൽ ഒരു സിറ്റി, അല്ലെങ്കിൽ ഒരു 10-15 കെട്ടിടങ്ങൾ, ഇവയെ തമ്മിലൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാൻ ഉപയോഗിച്ചാൽ മതി. ദേ യൂസ് ടെക്നോളജീസ് ലൈക്ക് FDDI, CDDI, ATM എന്നിങ്ങനെയുള്ള ടെക്നോളജികൾ ഉപയോഗിക്കാം. ആൻഡ് ഹാവ് ആൻ ആവറേജ് ട്രാൻസ്മിഷൻ സ്പീഡ്. ഒരു ശരാശരി ട്രാൻസ്മിഷൻ സ്പീഡ് അതിനാണ് ഉണ്ടാവുള്ളൂ. ഇനി പാൻ എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് പാൻ. ഇസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് സ്മോൾ ഡിവൈസസ്. ചെറിയ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. സച്ച് ആസ് ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ് വിത്തിൻ എ ലിമിറ്റഡ് ഫിസിക്കൽ ഏരിയ.
പാൻസ് ക്യാൻ ബി വയേർഡ്. ഈ പാൻ എന്ന് പറയുന്ന പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ചിലപ്പോൾ വയേർഡ് ആവാം, അല്ലെങ്കിൽ വയർലെസ് ആവാം. ആൻഡ് ഡോൺ റിക്വയർ എ റൗട്ടർ ഓർ എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ. അതിന് റൗട്ടറോ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും വേണമെന്നില്ല. വയേർഡ് പാൻസ് യൂസ് ടെക്നോളജീസ് ലൈക്ക് USB. വയേർഡ് പാനുകളൊന്നും ആണെങ്കിൽ USB IEEE 1394 ആൻഡ് തണ്ടർ ബോൾട്ട് ഇങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിക്കാം. അതേസമയം വയർലെസ് പാൻസ് യൂസ് ടെക്നോളജീസ് ലൈക്ക് ബ്ലൂടൂത്ത്. വയർലെസ് ആണെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിക്കാം, ഇൻഫ്രാറെഡ് ഉപയോഗിക്കാം, ആൻഡ് WLAN ഉപയോഗിക്കാം. ഇനി അടുത്തത് ഹോം ഏരിയ നെറ്റ്വർക്ക് ആണ് ഹാൻ എന്ന് പറയുന്നത്. ഈസ് എ നെറ്റ്വർക്ക് ഇൻസൈഡ് ദ ഹോം. വീടിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ്. യൂസ്ഡ് ടു പ്രൊവൈഡ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ഓവർ എനർജി യൂസ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ഫാന് അല്ലെങ്കിൽ വൈദ്യുതോപകരണങ്ങൾ അതൊക്കെ എനർജി യൂസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പാരന്റിന് വേണമെങ്കിൽ എല്ലാ റൂംസിനെയും വേണമെങ്കിൽ എനർജി റൂംസ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാം. ഇറ്റ് കണക്ട്സ് ടു ദ യൂട്ടിലിറ്റീസ് ഇലക്ട്രിക് മീറ്റർ. ആ ഉപകരണത്തിന്റെ ഇലക്ട്രിക് മീറ്ററിനുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നു. ആൻഡ് മോണിറ്റേഴ്സ് എനർജി യൂസേജ്. അതിൻ്റെ എന്ത് ചെയ്യുന്നു, എനർജി യൂസേജ് കൺട്രോൾ ചെയ്യുന്നു. സോ ദ ഹോം ഓണർ ക്യാൻ സീ വാട്ട് എനർജി ഈസ് ബീയിങ് യൂസ്ഡ് ആൻഡ് വർ. എന്തോരം കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ആരാണ്, എവിടെയാണ് കൂടുതൽ എനർജി ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒരു വാടക കൊടുത്തിരിക്കുന്ന മുറികളെ സംബന്ധിച്ച് ആ ബിൽഡിംഗ് ഓണർക്ക് കണ്ടെത്താൻ ഒക്കെ ഈ ഹാൻ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ട് സാധിക്കും. ഇത്രയുമാണ്. ഇനി ഇത് കൂടാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ വേറൊരു കാര്യം കൂടി ചോദിച്ചേക്കുന്നത് ഇതാണ്: ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്. അത് 3 എഴുതുന്നതിന് 3 മാർക്ക് കൂടിയുണ്ട്. ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്.